സുധാകരനെ KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് തിരിച്ചെത്തിക്കാനുള്ള നീക്കത്തിലായിരുന്നു കേരളത്തിലെ ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾ ഹൈക്കമാൻഡിൽ ചരടുവലി നടത്തിയത്. കണ്ണൂർ മണ്ഡലത്തിൽ മത്സരിക്കാനായാണ് സുധാകരൻ തന്റെ അധ്യക്ഷ സ്ഥാനം താൽക്കാലികമായി MM ഹസനെ ഏൽപ്പിച്ചത്. കേരളത്തിൽ KPCC അധ്യക്ഷ സ്ഥാനം ധൈര്യപൂർവ്വം ഏൽപ്പിക്കാവുന്ന മുതിർന്ന നേതാവ് MM ഹസൻ മാത്രമാണല്ലോ. VM സുധീരൻ എന്ന മഹാഗാന്ധിയൻ ഒരറിയിപ്പുമില്ലാതെ അധ്യക്ഷ സ്ഥാനം ഒഴിഞ്ഞപ്പോൾ ആ സ്ഥാനം ഒരു പരാതിയുമില്ലാതെ ഏറ്റെടുത്ത മറ്റൊരു ഗാന്ധിയനായിരുന്നല്ലോ MM ഹസൻ. ഹസൻ അങ്ങനെയാണ്, ഏത് സ്ഥാനവും വിശ്വസിച്ചേൽപ്പിക്കാം. തിരികെ വേണമെന്ന് മനസ്സിലൊന്ന് വിചാരിച്ചാൽ മതി, ആ സീറ്റ് അങ്ങോട്ട് ഏൽപ്പിച്ചു കൊടുക്കും. MM ഹസൻ നിലവിൽ UDF കൺവീനർ കൂടിയാണ്. എന്നാൽ അതൊന്നും ഈ കോൺഗ്രസ് നേതാവിന് ഒരിക്കലും ഭാരമാവില്ല. പാർട്ടിക്ക് വേണ്ടി എന്തും സഹിക്കും ഹസനിക്ക. കേരളത്തിലെ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു. കോൺഗ്രസ് 20-ലും 20 വിജയിക്കുമെന്നും കോഴിക്കോടും തൃശൂരും ചിലർ പ്രവർത്തനങ്ങളിൽ പിന്നോട്ട് പോയെന്നൊക്കെയുള്ള ചില അവശബ്ദങ്ങളൊക്കെ വന്നെങ്കിലും പതിവുള്ള തമ്മിലടിക്ക് തുടക്കമായിട്ടില്ലെന്നൊക്കെ വിചാരിച്ചിരിക്കുകയാണ് സുധാകരൻ അനന്തപുരിയിലേക്ക് യാത്രയാവുന്നത്. തന്റെ കസേരയുടെ നിറം മാറിയോ, വലിപ്പം കുറഞ്ഞോ, അതോ ആ കസേരയിൽ പൊടിയും മാറാലയും പിടിച്ചിരിക്കുകയാണോ എന്നൊക്കെ അറിയാനാണ് സുധാകരൻ KPCC ആസ്ഥാനത്തേക്ക് പോയത്. എന്നാൽ തിരഞ്ഞെടുപ്പ് കഴിയാതെ KPCC അധ്യക്ഷ സ്ഥാനം കൈമാറേണ്ടതില്ലെന്നായിരുന്നു ഹൈക്കമാൻഡ് വേണുഗോപാലിന്റെ നിർദ്ദേശം. തിരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായിരുന്ന സുധാകരൻ ജയിച്ചു കയറുമോ അതോ തോറ്റമ്പുമോ എന്നൊക്കെ നോക്കിയിട്ട് മതി ഇനി ആ കസേരയിൽ ഇരിക്കുന്നതെന്നായിരുന്നു വേണുഗോപാലിന്റെ നിർദ്ദേശം. സുധാകരൻ ഇത് കേട്ട് ഞെട്ടിയില്ല. പണി വരുന്നുണ്ടെന്ന് വ്യക്തമായി അറിയാവുന്ന സുധാകര സിംഹം സടകുടഞ്ഞെഴുന്നേറ്റു. കണ്ണൂർ സ്റ്റൈലിൽ തന്നെ നയം വ്യക്തമാക്കി. താൻ അധികാരത്തിന് പിന്നിൽ തൂങ്ങിക്കിടക്കുന്നവരല്ലെന്നുള്ള സുധാകരന്റെ പ്രതികരണത്തിൽ എല്ലാം ഉണ്ടായിരുന്നു. 3 ഘട്ടങ്ങളാണ് കഴിഞ്ഞത്. ഇനിയുള്ള ഘട്ടങ്ങൾ കോൺഗ്രസിന് ഏറെ നിർണായകമാണ്. ഒരു KPCC അധ്യക്ഷനെ തിരഞ്ഞെടുപ്പ് ഫലം വരുന്നതിന് മുൻപ് തന്നെ സ്ഥാനഭ്രഷ്ടനാക്കിയാൽ അത് ദേശീയ തലത്തിൽ തന്നെ വലിയ വാർത്തയാകും. അത് കോൺഗ്രസിനെ ഏറെ ബുദ്ധിമുട്ടിലാക്കും. സുധാകരൻ, മുൻ അധ്യക്ഷന്മാരായിരുന്ന VM സുധീരൻ, മുല്ലപ്പള്ളി രാമചന്ദ്രൻ എന്നിവരൊക്കെ ഇറങ്ങിപ്പോയതുപോലെ വിലപിച്ചുകൊണ്ട് ഇറങ്ങിപ്പോവില്ല. ഇത് കോൺഗ്രസ് നേതാക്കൾക്കും അറിയാം, KCക്കും അറിയാം. KCക്ക് കേരള രാഷ്ട്രീയത്തിൽ സജീവമാവാനുള്ള വഴികളാണ് സുധാകരനെ താഴേക്കിറക്കാനുള്ള ശ്രമമെന്ന് ഒറ്റ ദിവസം കൊണ്ട് തന്നെ ചർച്ചയായി കഴിഞ്ഞു. KPCC അധ്യക്ഷനായ സുധാകരന്റെ ആരോഗ്യ പ്രശ്നമാണ് വീണ്ടും ചർച്ചയാക്കാൻ ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കളുടെ നീക്കം. കണ്ണൂരിൽ വിജയിച്ചാൽ ഒരാൾക്ക് ഒരു പദവി എന്ന ന്യായം നിരത്തി സുധാകരനെ ഒഴിവാക്കാനുള്ള നീക്കമുണ്ടാവും. കോൺഗ്രസിന് തിരിച്ചടി ഉണ്ടായാൽ അതിന്റെ ഉത്തരവാദിത്തം സുധാകരനും VD സതീശനും ഏറ്റെടുക്കേണ്ടി വരും. പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ VD സതീശൻ അത്രയൊന്നും ശോഭിക്കുന്നില്ലെന്നാണ് ഭൂരിപക്ഷം നേതാക്കളുടെയും അഭിപ്രായം. കേരളത്തിൽ പ്രതിപക്ഷ നേതാവും കോൺഗ്രസ് അധ്യക്ഷനും തമ്മിലുള്ള അഭിപ്രായ ഭിന്നതയിൽ താഴേക്കിടയിലുള്ള നേതാക്കളും അണികളും നിരാശരാണ്. സർക്കാരിനെതിരെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന നിരവധി ആരോപണങ്ങളും അഴിമതികളും കെടുകാര്യസ്ഥതയും പൊതുജന മധ്യത്തിൽ എത്തിക്കുന്നതിലോ ഇതൊക്കെ രാഷ്ട്രീയമായി ഉന്നയിക്കുന്നതിലോ VD സതീശന് കഴിയുന്നില്ലെന്നാണ് ഉയരുന്ന പ്രധാന ആരോപണം. രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവായിരിക്കെ നിരവധി വിഷയങ്ങൾ നിയമസഭയിലും പൊതുമധ്യത്തിലും അവതരിപ്പിക്കാൻ കഴിഞ്ഞിരുന്നു. എന്നാൽ VD സതീശന് വിഷയങ്ങൾ അവതരിപ്പിക്കുന്നതിനുള്ള വീഴ്ച ഭരണകക്ഷിക്ക് ഗുണകരമായി ഭവിക്കുന്നുവെന്ന ആരോപണവും നിലവിലുണ്ട്. സുധാകരൻ മാറേണ്ടി വന്നാൽ അത് VD സതീശനെയും പ്രതികൂലമായി ബാധിക്കുമോ എന്ന ഭയവും ഒരു വിഭാഗം കോൺഗ്രസുകാർക്കുണ്ട്. വിഭാഗം നേതാക്കൾക്കിടയിൽ സുധാകരൻ തുടരുന്നത് ഗുണകരമല്ലെന്ന അഭിപ്രായമാണുള്ളത്. സുധാകരനെ മുൻനിർത്തി നിയമസഭാ തിരഞ്ഞെടുപ്പിലേക്ക് നീങ്ങാൻ കഴിയുമെന്ന ആശങ്ക വിവിധ നേതാക്കൾ ഹൈക്കമാൻഡിന് മുന്നിൽ അവതരിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട്. നാക്കുപിഴയും അവസരത്തിലുള്ള ചില വാക്കുപ്രയോഗവും മറ്റും ഘടക കക്ഷികൾക്കിടയിലും അവമതിപ്പുണ്ടാക്കിയിട്ടുണ്ട്. ചടുലമായ പ്രവർത്തനം കാഴ്ചവെക്കാൻ പറ്റുന്നൊരു നേതാവായിരിക്കണം KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്തേണ്ടതെന്നാണ് പാർട്ടിയിൽ ഉയരുന്ന ആവശ്യം. മുതിർന്ന നേതാക്കളെ അക്കോമഡേറ്റ് ചെയ്യാനുള്ള ഒരു കസേരയായി KPCC അധ്യക്ഷ സ്ഥാനത്തെ മാറ്റാതെ പാർട്ടിയെ അധികാരത്തിലേക്ക് തിരികെ എത്തിക്കാനുള്ള ശക്തമായ പ്രവർത്തനം കാഴ്ചവെക്കാൻ കഴിയുന്ന ഒരു യുവ നേതൃത്വം വരട്ടെ എന്ന നിർദ്ദേശവും ഹൈക്കമാൻഡും സീരിയസ് ആയി തന്നെയാണ് ഏറ്റെടുത്തിരിക്കുന്നത്. സുധാകരൻ അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്തുമ്പോൾ പ്രവർത്തകർക്ക് വലിയ പ്രതീക്ഷയായിരുന്നു. എന്നാൽ കണ്ണൂർ സ്റ്റൈലിലുള്ള നീക്കമൊന്നും ഫലവത്തായില്ല. പാർട്ടിയെ ശക്തിപ്പെടുത്തണമെന്നുള്ള സുധാകരന്റെ പ്രസ്താവന വെറും പാഴ്വാക്കായി മാറിയെന്നാണ് ഉയരുന്ന ആരോപണം. തൽക്കാലത്തേക്ക് പാർട്ടിയിൽ കലാപം ഉണ്ടാവുന്നത് തടയുകയാണ് സുധാകരന് അധ്യക്ഷ സ്ഥാനത്തേക്ക് തിരിച്ചെത്താൻ അവസരം നൽകിയതെങ്കിലും വരാനിരിക്കുന്ന കലാപത്തിനുള്ള മുന്നൊരുക്കമായി മാത്രമേ ഈ കോംപ്രമൈസിങ്ങിനെ വിലയിരുത്താനാവൂ. എല്ലാം ജൂൺ 4-ന് തീരുമാനിക്കപ്പെടുമെന്നർത്ഥം.